അല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ദേവസംഗമ ഭൂമി എന്നതിനപ്പുറം വിശ്വാസികളുടെയും അതേപോലെ യാത്രികരുടെയും സഞ്ചാരികളുടെ ഒക്കെ ഒരു സംഗമ സ്ഥാനം കൂടിയാവുകയാണ് ഈ ഒരു കൽപ്പാത്തി. ഈശോയുടെ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഐതിഹ്യമായിട്ട് ആദ്യം പങ്കുവെക്കാൻ കഴിയുന്നത്? ഇതിന്റെ ഈ രഥോത്സവം എന്ന് പറയുന്നത് വർഷത്തിൽ 365 ദിവസവും ക്ഷേത്രങ്ങളിൽ പോയി ഈശ്വരാരാധന നടത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ടുള്ള രഥങ്ങളിൽ ദേവന്മാർ വിശ്വാസ സമൂഹത്തെ കാണാൻ വരുന്നതാണ് ഈ രഥോത്സവത്തിൻ്റെ പ്രത്യേകത. കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം കാശിയിൽ പാതി എന്നുള്ള നിലക്ക് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈവൻ ഫോറിനേഴ്സ് പോലും എത്തിച്ചേരുന്ന ഒരു കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ മഹത്വത്തിലേക്ക് പോകണം. മറ്റൊന്ന്, പൈതൃക പദ്ധതിയിൽ 2007-2008 കാലഘട്ടത്തിൽ കൽപ്പാത്തിയെ ഉൾപ്പെടുത്തിയ ഒരു സ്ഥലമായതുകൊണ്ട് ഈ DTPCയുടെ മാപ്പിൽ കൽപ്പാത്തി വന്നതോടുകൂടി കൽപ്പാത്തി രഥോത്സവത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുകയാണ്. കാരണം പൈതൃക മൂല്യങ്ങളുടെ ഒരു കലവറയാണ് കൽപ്പാത്തി. കൽപ്പാത്തിയുടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഓരോ മൂല്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാലത്ത് എഴുന്നേറ്റ് മുറ്റമടിച്ച് കോലമിടുന്നത് മുതൽ അവരുടെ ഭക്ഷണ രീതികൾ, അതേപോലെ തന്നെ ക്ഷേത്രം തമിഴ്നാട് ആചാരപ്രകാരം തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ആചാരപ്രകാരമാണ് നടക്കുന്നത്. അതിൽ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രവും ലക്ഷ്മീനാരായണ പെരുമാളും, അതായത് ശിവന്റെ ആരാധിക്കുന്ന കുറുക്കന്മാരും അതേപോലെ വൈഷ്ണവ ആചാര്യന്മാരും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗമമായിട്ട് വരികയാണ്. അതാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. പൊതുജനങ്ങളോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലും ഒരു ഒത്തുകൂടൽ, ഒരു ആധ്യാത്മിക ഭൗതികതയുടെ ഒത്തുകൂടൽ, വേദങ്ങൾ, സംഗീതം, അതുപോലുള്ള എല്ലാത്തിൻ്റെയും ഒരു ഒത്തുകൂടലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് ജനങ്ങളെ മുഴുവനും ഇവിടെ എത്തിക്കുന്നത്. പ്രധാന ചടങ്ങുകളുടെ സമയം എന്തൊക്കെയാണ്? ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിന്റെ അവസാന ഘട്ടമാണ്. ഇത് 3-ാം തേര്. ഇന്ന് ലക്ഷ്മീനാരായണ പെരുമാൾ പഴയ കൽപ്പാത്തി, പ്രസന്ന മഹാഗണപതി ചാത്തപുരം, ഈ 2 ക്ഷേത്രങ്ങളിലെ ദേവന്മാരാണ് ഇന്ന് കാലത്ത് 11-11:30 മണിയാകുമ്പോഴേക്കും രഥത്തിൽ കയറി രഥപ്രയാണം ചെറിയ തോതിൽ ഒരു 10 മീറ്റർ മുന്നിട്ട് വന്ന് നിൽക്കുക. പക്ഷേ ഇന്ന് വൈകുന്നേരമാണ് 1-ാം തേരിന് ഇറങ്ങിയിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും ഇന്നലെ ദേവപ്രയാണം ആരംഭിച്ച മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഗണപതിയും ഇന്ന് കാലത്ത് രഥാരോഹണം നടത്തുന്ന ചാത്തപ്പുരം പഴയ കൽപ്പാത്തി ഭാഗത്തിലെ എല്ലാം ഒന്നിച്ച് എല്ലാ അഗ്രഹാരങ്ങളിലേക്കും വന്നു പോകുന്നത്. അതിൽ മന്തക്കര മഹാഗണപതി മാത്രം ഇന്നലെ മന്തക്കര ഗണപതി മുതൽ കുണ്ടമ്പലത്തിലേക്ക് വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇദ്ദേഹം മാത്രം മറ്റ് രഥവീതികളിലേക്ക് പോകില്ല, തിരിച്ച് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് മാത്രമാണ് പോവുക. അത് ആ തരത്തിലൊരു പ്രചരണം കിട്ടിയിട്ടില്ല. എല്ലാ തേരുകളും എല്ലാ സ്ഥലത്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ ക്ഷേത്രം, മന്തക്കര മഹാഗണപതി ക്ഷേത്രം ഉണ്ടായത് തന്നെ ഈ ശിവസങ്കല്പത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് മന്തക്കര ഗണപതി ക്ഷേത്രം തന്നെ ഉണ്ടായത്. അതേപോലെ മന്തക്കര ഗണപതി രഥാരോഹണത്തിന് മുൻപും തേര് വലിക്കുന്നതിന് മുൻപും ഈ ശിവനോട് വന്ന് അനുവാദം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും അതിൻ്റെതായ ആ തനിമയോടെ അല്ലെങ്കിൽ അതിൻ്റെതായ ഐതിഹ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഒപ്പം അഖിൽ ആണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തി പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശബരിമലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിനോദ് കുമാറിന് നല്ല ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുന്നത് ഒരു തിരക്കുമില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അഖിൽ ഏറെ കഷ്ടപ്പെട്ടായിരിക്കും ദൃശ്യങ്ങൾ രാവിലെ മുതൽ പകർത്തുന്നത്. കാരണം അത്രമേൽ വലിയ തിരക്ക്. ഓരോരുത്തർ
നമ്മളിങ്ങനെ പറയുമല്ലോ, ഓരോരുത്തർ ഇടിച്ചിടിച്ച് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ. അതിനിടയിലാണ് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ ഈ ദൃശ്യങ്ങളടക്കം പകർത്തുന്നത്. വരും മണിക്കൂറുകളിൽ ഈ പ്രയത്നം കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നായി മാറും എന്നതിൻ്റെ സൂചനയാണ് തുടക്കത്തിലെയുള്ള രാവിലെ തന്നെയുള്ള ഈ ഭക്തജന തിരക്ക്. വരും വാർത്തകളിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്താം. അനുമോദ്, ഇനിയൊരു ഇടവേളയാണ്.